മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 62-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം: ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേപി പശുപാ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദദുരുച്ചൈക്ഷിതിഭൃതേ ജധുപ്രാദക്ഷിണ്യം സുഹൃശമനമന്നാദരയുതാസ്ത്വമാദശൈലാത്മാ ബലിമഖിലമാപീരപുരതാം. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ വാക്കനുസരിച്ചിട്ട് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിന് ആണ് ബലി നൽകേണ്ടത്. ബ്രാഹ്മണരും പൂജിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള അങ്ങ് ഗോപന്മാരോടൊക്കെ പറഞ്ഞു. ഇന്ദ്രനൊന്നുമല്ല മഴയുണ്ടാക്കണത്, ഓരോരുത്തരുടെയും അദൃഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ അജീവ്യനായിട്ടുള്ളതായ ഈ ഗോവർദ്ധന പർവ്വതത്തിനെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളതായ ഭവദ്വാചം, അങ്ങയുടെ വാക്കിനെ ശ്രുത്വ കേട്ടിട്ട്, ഭവദ്വാചം ശ്രുത്വ ബഹുമതിയുതാഹ തേപി പശുപാഹ, തേ അഭി പശുപാഹ, ആ പശുവന്മാരാകട്ടെ ബഹുമതിയുതാഹ, വളരെ ബഹുമാനത്തോടുകൂടി ഭഗവാൻ പറഞ്ഞത്, കൃഷ്ണൻ പറഞ്ഞത് കേട്ട് അത് കാര്യം തന്നെയാണ് എന്ന് അവർക്കൊക്കെ മനസ്സിലായി. അങ്ങനെ ബഹുമതിയുതാഹ, അത്യന്തം ബഹുമാനത്തോടു കൂടിയതായ ആ പശുവന്മാർ, ഗോപന്മാർ, ദ്വിജേന്ദ്രാൻ അർച്ചന്തഃ, ദ്വിജേന്ദ്രാൻ ബ്രാഹ്മണശ്രേഷ്ഠരെ അർച്ചന്തഃ പൂജിക്കുന്നവരായി അവരെയൊക്കെ പൂജിച്ചു. ബലിമദദുഹു ഉച്ചൈഹി ക്ഷിതിഭൃതേ, ക്ഷിതിഭൃതേ പർവ്വതത്തിനായിക്കൊണ്ട്, ക്ഷിതിഭൃത്ത് പർവ്വതം, ഭൂമിയെ താങ്ങി നിർത്തുന്നത് പർവ്വതങ്ങളാണ്. അങ്ങനെ ആ ക്ഷിതിഭൃതേ പർവ്വതത്തിനായിക്കൊണ്ട്, അതായത് ഗോവർദ്ധന പർവ്വതത്തിനായിക്കൊണ്ട് ബലിം ഉച്ചൈഹി ബലിം അദദുഹു, ഉച്ചൈഹി ധാരാളമായിട്ടുള്ള ബലിയെ അദദുഹു നൽകി, ഗോവർദ്ധനത്തിന് ബലി അർപ്പിച്ചു. ദേവേന്ദ്രന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതായിട്ടുള്ള ആ ബലി മുഴുവൻ ഇവിടെ ഈ ഗോവർദ്ധന പർവ്വതത്തിന് നൽകി എന്നാണ്. അത് കഴിഞ്ഞിട്ട് യഥുപ്രാദക്ഷിണ്യം പ്രദക്ഷിണം വെച്ചു. യഥുപ്രാദക്ഷിണ്യം സുഭൃശം ആദരയുതാഹ, സുദൃശം അത്യന്തം ആദരവോടുകൂടി, യുതാഹ കൂടി എന്നുള്ള അർത്ഥമാണ്. നേരത്തെ പറഞ്ഞു ബഹുമതിയുതാഹ ബഹുമാനത്തോടുകൂടി, ഇവിടെ ആദരയുതാഹ ആദരവോടുകൂടി. സുഭൃശം അനമൻ, സുഭൃശം ആദരയുതാഹ അത്യന്തം ആദരവോടുകൂടി അനമൻ നമിക്കുകയും ചെയ്തു. അതായത് അത്യന്തം ആദരവോടുകൂടി എന്നുള്ളത് ആദരയുതാഹ എന്നുള്ളത് രണ്ടിലേക്ക് കൊടുക്കാം. അതായത് സുഭൃശം ആദരയുതാഹ അത്യന്തം ആദരവോടുകൂടി പ്രാദക്ഷിണ്യം യധുഹു പ്രദക്ഷിണം ചെയ്തു, അനമൻ നമിക്കുകയും ചെയ്തു. എന്നിട്ട് അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വ്യധു ത്വം ആദ ശൈലാത്മാ, അവിടെ ഭഗവാൻ ഇവർക്ക് വിശ്വാസം വരുത്താനായിട്ട് എന്തു ചെയ്തു? ത്വം ശൈലാത്മാത്വം, ശൈലസ്വരൂപിയായ അങ്ങ്, എല്ലാവരുടെയും ഭഗവാൻ തന്നെയാണ്, എല്ലാം പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ്വതും ഭഗവാൻ തന്നെയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ ശൈലസ്വരൂപിയായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ്. ആ ശൈലസ്വരൂപിയായ അങ്ങ് ബലിം ആദഹ, ആ ബലിയെ മുഴുവൻ, അഖിലം ബലിം, ആ ബലി മുഴുവനും ഗോപന്മാർ നൽകിയതായിട്ടുള്ള ബലി മുഴുവൻ അദ്ദേഹം ഭക്ഷിച്ചു. ശൈലാത്മാവായിട്ടുള്ള അങ്ങ്, ശൈലസ്വരൂപിയായിട്ടുള്ള അങ്ങ് ആ ബലി മുഴുവൻ ഭക്ഷിക്കുകയും ചെയ്തു. ബലിമഖിലം ആഭീരപുരത, ആ ആഭീരന്മാരുടെ, ഗോപന്മാരുടെ മുൻപിൽ വെച്ച്, ഇടയന്മാരുടെ മുൻപിൽ വെച്ച് അങ്ങ് ആ ബലിയെ മുഴുവൻ ഭക്ഷിച്ചു. ആ ബലി മുഴുവൻ ഉള്ളിലേക്കാക്കി എന്ന് കാണാണ്ടാക്കി. സാധാരണയായിട്ട് നമ്മൾ പൂജിക്കുമ്പോഴൊക്കെ നിവേദ്യമൊക്കെ ബാക്കി ഉണ്ടാവുക, അങ്ങനെ കിടക്കുകയുള്ളൂ, അല്ലാണ്ട് ഭഗവാൻ ഒന്നും ഭക്ഷിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഗോവർദ്ധന പർവ്വതത്തെ പൂജിപ്പിച്ചപ്പോൾ ആ പർവ്വതം അത് മുഴുവൻ ഭക്ഷിച്ചു എന്നാണ് പറയണത്. പർവ്വതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർവ്വതത്തിൻ്റെ സ്വരൂപം ധരിച്ചതായിട്ടുള്ള ആ ഭഗവാൻ അത് മുഴുവൻ ഉള്ളിലേക്കാക്കി, പർവ്വതത്തിൻ്റെ ഉള്ളിലേക്കാക്കി. അപ്പം അത് മുഴുവൻ കാണാണ്ടായി, അത് ഭക്ഷിച്ചതുപോലെയായി എന്നാണ്. ഭവദ്വാചം ശ്രുത്വ, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് ബഹുമതിയുതാഹ ബഹുമാനത്തോടു കൂടിയ തേ പശുപാഹ അഭി, ആ പശുവന്മാരും ഗോപന്മാരും ദ്വിജേന്ദ്രാൻ അർച്ചന്തഃ ദ്വിജേന്ദ്രന്മാരെ അർച്ചിക്കുന്നവരായിട്ട്
ഉച്ചൈ ക്ഷിതിഭൃതേ പർവ്വതത്തിന് ആയിക്കൊണ്ട് ഉച്ചൈഹി ബലിം അതതുഹു ധാരാളമായിട്ടുള്ള ബലിയെ നൽകി. വ്യധു സുഭൃശം ആദരയുത അത്യന്തം ആദരവോടുകൂടി പ്രാദക്ഷിണ്യം വ്യധുഹു പ്രദക്ഷിണത്തെ ചെയ്തു. ഇനിയോ സുഭൃശ അനമൻ നമിക്കുകയും ചെയ്തു. എല്ലാവരും കൂടി നമസ്കരിച്ചു, പർവ്വതത്തിനെ നമസ്കരിച്ചു. എന്നിട്ട് ത്വം ആദഹ അങ്ങാകട്ടെ ശൈലാത്മാത്വം ശൈലസ്വരൂപിയായ അങ്ങ് ബലിം അഖിലം ആ ബലിയെ മുഴുവൻ ആഭീരപുരത ആഭീരന്മാരുടെ ഗോപന്മാരുടെ മുമ്പിൽ വച്ച് ആദഹ ഭക്ഷിച്ചു എന്ന്. ഒന്നും കൂടി ഒരു ശ്ലോകം കൂടി. അവോചൈവം തൻ കിമിഹ വിതഥം മേ നിഗതിതം ഗിരീന്ദ്രോ നന്വേഷ സ്വബലിമുഭുങ്ക്തേ സ്വപുഷാ അയം ഗോത്രദ്വിഷിച്ച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്ത ജഹൃഷുരഖില ഗോകുലജുഷ. അവോചശ്ച ഏവം അവോചഃ ച പറയുകയും ചെയ്തു. അങ്ങ് അവോചഃ മധ്യമപുരുഷനായതുകൊണ്ട് അങ്ങ് എന്ന് കിട്ടും. അവോചഃ ച അങ്ങ് പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? ഏവം ഇപ്രകാരം. അവോചഃ ച ഏവം എന്നാണ്. അവോചഃ ച ഏവം അവോചശ്ചൈവം താൻ അവരോട് അവോചഃ ച ഇപ്രകാരം ഏവം അവോചഃ ച ഇപ്രകാരം പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? കിമിഹ വിതഥം മേ നിഗദിതം വിതഥം കിം ഇഹ ഇവിടെ ഇക്കാര്യത്തിൽ മേ നിഗദിതം ഞാൻ പറഞ്ഞത് വിതഥം കിം അത് തെറ്റായില്ലല്ലോ, അത് തെറ്റാണോ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തെറ്റായിട്ടില്ലല്ലോ. കിമിഹ വിതഥം മേ നിഗദിതം ഞാൻ പറഞ്ഞത് കിം വിതഥം അത് ശരിയല്ലേ, അത് തെറ്റല്ലല്ലോ എന്നാണ്. ഗിരീന്ദ്രോ നനു ഏഷ സ്വബലിമുപഭുങ്ക്തേ സ്വപുഷ. ഏഷ ഗിരീന്ദ്ര ഈ പർവ്വതം, ഗിരീന്ദ്ര ശ്രേഷ്ഠമായ പർവ്വതം, ഈ പർവ്വതശ്രേഷ്ഠൻ ഇഹ ഇവിടെ സ്വബലിം തനിക്ക് കിട്ടിയതായ ബലിയെ, തന്നെ പൂജിച്ചുകൊണ്ട് നൽകിയതായ ആ ബലിയെ സ്വപുഷ ഉപഭുങ്ക്തേ സ്വപുഷ സ്വന്തം ശരീരം കൊണ്ട് ഉപഭുങ്ക്തേ ഭുജിക്കുന്നുണ്ട് അല്ലേ. ആ ബലി കൊടുത്തതൊന്നും അവിടെ കാണാണ്ടേയി. അപ്പോൾ ആ ഗിരീന്ദ്രൻ പർവ്വതശ്രേഷ്ഠൻ തന്നെയാണ് തനിക്ക് നൽകിയതായിട്ടുള്ള ആ ബലി മുഴുവൻ തന്നെത്താൻ ഭക്ഷിച്ചത് എന്നാണ്. അത് സ്വീകരിച്ചു. നിങ്ങളുടെ ബലിയൊക്കെ അവർ പർവ്വതം സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവാണ്. അതൊന്നും അവിടെ കാണാനില്ല എന്നുള്ളത്. ആ ഭഗവാൻ തന്നെ ഗോവർദ്ധനപർവ്വത സ്വരൂപമായിട്ട് അത് സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ല. എന്തായാലും ആ പർവ്വതത്തിൽ നൽകിയതായിട്ടുള്ള ബലിയൊന്നും കാണാണ്ടേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ, അത് തെറ്റല്ലല്ലോ. കിമേ വിതഥം മേ നിഗദിതം കിം ഇഹ വിതഥം മേ നിഗദിതം. എൻ്റെ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഇവിടെ വിതഥമാണോ, തെറ്റാണോ, കളവാണോ അല്ലല്ലോ എന്നാണ്. ഗിരീന്ദ്ര നനു അങ്ങനെ തന്നെയല്ലേ. എന്താണ്? അയം ഏഷ ഗിരീന്ദ്ര ഈ പർവ്വതശ്രേഷ്ഠൻ സ്വബലിം തനിക്ക് കിട്ടിയതായ ബലിയെ, തനിക്ക് നൽകിയതായ ബലിയെ സ്വപുഷ ഉപഭുങ്ക്തേ നനു ശരീരം കൊണ്ട് തന്നെ ഭക്ഷിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുകയാണ്. അയം ഗോത്ര ഈ ഗോത്ര എന്നുള്ളത് പർവ്വതം എന്നുള്ള അർത്ഥമാണ്. അയം ഗോത്ര ഈ പർവ്വതം ഗോത്രദ്വിഷി ച കുപിതേ രക്ഷിതുമലം. ഗോത്രദ്വിഷി കുപിതേ ച ഗോത്രങ്ങളുടെ ദ്വിട്ടെന്ന് വെച്ചാൽ ശത്രു. ഗോത്രദ്വിഷി ഗോത്രങ്ങളുടെ ശത്രു സപ്തമിയാണ്. കുപിതേ ച കോപിച്ചാലും ദേവേന്ദ്രൻ ഇനി കോപിച്ചാൽ തന്നെ അയം ഗോത്ര ഈ പർവ്വതം രക്ഷിതും അലം രക്ഷിക്കുവാൻ സമർത്ഥനാണ്. ഇനി അഥവാ ദേവേന്ദ്രൻ കോപിച്ചു വന്നു എന്നുണ്ടെങ്കിൽ തന്നെ അതാണല്ലോ ദേവേന്ദ്രന് വേണ്ടതായിട്ടുള്ള ബലി കിട്ടിയില്ല എന്നുള്ള നിലയിൽ ദേവേന്ദ്രൻ കോപിച്ചു വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അയം ഗോത്ര ഈ പർവ്വതം രക്ഷിതും അലം രക്ഷിക്കാനായിട്ട് അലം സമർത്ഥനാണ്. അലം എന്നുള്ളത് സമർത്ഥൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അലം രക്ഷിതും അലം രക്ഷിക്കുവാൻ സമർത്ഥനാണ്, കൽപ്പുള്ളവനാണ് എന്നാണ്. സമസ്താൻ രക്ഷിതും അലം
എല്ലാവരെയും രക്ഷിക്കാൻ ഈ പർവ്വതത്തിന് കഴിവുണ്ട് എന്ന് ഇത്യുക്താഹ എന്ന് ഇതി ഉക്താഹ സമസ്താൻ ഇതി ഉക്താഹ എല്ലാവരെയും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്ന് ഇതി ഉക്താഹ പറയപ്പെട്ടതായ ഗോകുലജുഷ ഗോകുലത്തിലെ നിവാസികൾ ആ ഇടയന്മാരെല്ലാവരും ഗോപന്മാരെല്ലാവരും ഗോകുലത്തെ ഭജിക്കുന്നവർ ഗോകുലത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആ ഗോപന്മാരെല്ലാവരും ജഹർഷുഹു അഖിലാലു ഗോകുലജുഷ ആ ഗോകുല ജുട്ടുകൾ എല്ലാവരും തന്നെ ഗോകുലവാസികൾ എല്ലാവരും തന്നെ ജഹർഷുഹു സന്തോഷിച്ചു. അതായത് ഭഗവാൻ പറഞ്ഞപ്പോൾ ഈ ഗോത്രം തന്നെ നമ്മെ രക്ഷിക്കാനൊക്കെ ഗോത്രം നോക്കൂ, നമ്മുടെ ഭക്ഷണം നമ്മൾ കൊടുത്തതായിട്ടുള്ള ബലിയൊക്കെ ഭക്ഷിച്ചു. അപ്പോൾ ഈ ദേവേന്ദ്രൻ കോപിച്ചു വന്നാൽ തന്നെ ഈ ഗോത്രത്തിന് ഈ പർവ്വതത്തിന് നമ്മളെയൊക്കെ രക്ഷിക്കാനുള്ളതായിട്ടുള്ള കഴിവുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഗോപന്മാർക്കൊക്കെ സന്തോഷമായി എന്നാണ്. അവോചഹാച്ച ഏവം അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു, അങ്ങ് പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? താൻ അവോചഹാച്ച അവരോട് പറയുകയും ചെയ്തു. മേ നിഗദിതം കിമിഹ വിതഥം മേ നിഗദിതം ഞാൻ പറഞ്ഞത് എൻ്റെ പറച്ചിൽ എൻ്റെ വാക്ക് മേ നിഗദിതം കിമിഹ വിതഥം അത് വിതഥമാണോ കളവാണോ അത് തെറ്റാണോ അല്ലല്ലോ എന്നാണ്. ഗിരീന്ദ്രോ നന്വേഷ എന്താ ഞാൻ പറഞ്ഞത് തെറ്റല്ല എന്ന് പറഞ്ഞത്? ഏഷ ഗിരീന്ദ്ര ഈ പർവ്വതശ്രേഷ്ഠൻ സ്വബലിം തനിക്ക് നൽകിയതായ വലിയെ സ്വപുഷാ ഉപഭുക്തേ സ്വന്തം ശരീരം കൊണ്ട് തന്നെ ഭുജിക്കുന്നു. ദേവന്മാരൊന്നും ചെയ്യാത്തതാണത്. പർവ്വതം തനിക്ക് കിട്ടിയതായിട്ടുള്ള ഈ ബലി സ്വന്തം ശരീരം കൊണ്ട് തന്നെ സ്വീകരിച്ചു. അപ്പം അതുകൊണ്ട് ഈ അയം ഗോത്ര ഈ പർവ്വതശ്രേഷ്ഠൻ ഈ പർവ്വതം ഗോത്രദ്വിഷി കുപിതേച്ച ഗോത്രദ്വിട്ട് ആയിട്ടുള്ളതായിട്ടുള്ള ദേവേന്ദ്രനെ ഗോത്രദ്വിട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് പർവ്വതങ്ങളുടെയൊക്കെ ചിറക് മുറിച്ചു ദേവേന്ദ്രൻ എന്നുള്ള ഒരു കഥയുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഗോത്രങ്ങളുടെ ശത്രുവായിട്ടുള്ളതായിട്ടുള്ള ദേവേന്ദ്രൻ കോപിച്ചാൽ തന്നെ രക്ഷിതും അലം സർവാൻ അഖിലാൻ രക്ഷിതും അലം എല്ലാവരെയും രക്ഷിക്കാൻ സമർത്ഥനാണ് എന്നിങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ ഇതി ഉക്താഹ എന്ന് അങ്ങയാൽ പറയപ്പെട്ടതായ ആ അഖിലാ ഗോകുലജുഷ ഗോകുലജുട്ടുകളെല്ലാവരും അതായത് ആ ഗോകുലവാസികളെല്ലാവരും തന്നെ ജഹൃഷുഹു സന്തോഷിച്ചു. 2 ശ്ലോകവും ഒന്നുകൂടിയും ചെല്ലാം. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേപി പശുപാഃ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദുരുച്ചൈക്ഷിതി കൃതേ വ്യധുപ്രാദക്ഷിണ്യം സുഭൃശം അനമന്നാദരയുതാസ്ത്വമാദശൈലാത്മാ ബലിമഖിലമാഭീരപുരത. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവദ്വാക്യം കേട്ടിട്ടവരുടനെ ഏകി ദ്വിജജനത്തിനായി പൂജാകർമ്മം ബലിയതു കൊടുത്തു. ഗിരിവരം നമസ്കാരം ചെയ്തു. ഗിരിവലമതും ചെയ്തു പശുപർ. ഭവാൻ ശൈലാത്മാവായ അഖിലമതു ഭക്ഷിച്ചു വിരവിൽ. അവോചൈവം താൻ കിമിഹ വിതഥം മേ നിഗദിതം ഗിരീന്ദ്രോ നന്മേഷ സ്വബലിമുപഭുങ്ക്തേ സ്വപുഷാ അയം ഗോത്രോ ഗോത്രദ്വിഷിച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്ത ജഹൃഷുരഖിലാ ഗോകുലജുഷ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവാനോദി സത്യം വചനമിതു നോക്കൂ. ഗിരിവരൻ സ്വയം മുന്നിൽ വന്നി ബലിയേഥ വാങ്ങുന്നിതിവിടെ. ഇനി പേടിക്കേണ്ട, മലയിതു നമുക്കേകും അഭയം. മകൻ കോപിച്ചാലും പശുപരഖിലം മോദഭരരായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.